മറ്റൊരാളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ച് ഒരാൾ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു ദിവസം രണ്ട് സുഹൃത്തുക്കൾ നദിക്കരയിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, അതാ നോക്കൂ ഒരു മുതല. മറ്റേയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് മുതലയല്ല, അതൊരു മരക്കഷ്ണമാണ്. ആദ്യത്തവൻ പറഞ്ഞു, ഞാൻ ഉറപ്പായും പറയുന്നു അതൊരു മുതലയാണ്. മറ്റേയാൾ പറഞ്ഞു, ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. ആദ്യത്തവൻ അതിന്റെ മുകളിലേക്ക് ഒരു കല്ലെറിഞ്ഞു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ മറ്റേയാൾ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അതൊരു മരക്കഷ്ണമാണെന്ന്. പിന്നീട് ഒരു കമ്പ് കൊണ്ട് തട്ടി, പക്ഷെ ഒന്നും തന്നെ സംഭവിച്ചില്ല. അപ്പോൾ മറ്റേയാൾ പറഞ്ഞു, ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? ഇതൊരു മരക്കഷ്ണം തന്നെയാണ്. അവൻ വെള്ളം തെളിച്ചു, എന്നിട്ടും യാതൊരു അനക്കവുമില്ല. അപ്പോൾ ആദ്യത്തവൻ അല്പം അസ്വസ്ഥനായി. ഒടുവിൽ അവൻ പറഞ്ഞു, ഞാനതിന്റെ മുകളിൽ കയറാം, അപ്പോഴെങ്കിലും നീ വിശ്വസിക്കുമല്ലോ. ഒരു നിമിഷം അവിടെ നിശബ്ദമായി. പെട്ടെന്ന് തന്നെ വെള്ളം ശക്തിയായി ചലിച്ചു. അവൻ കയറിയത് ഒരു മരക്കഷ്ണത്തിന്റെ മുകളിലല്ലായിരുന്നുവെന്നും അതൊരു മുതലയായിരുന്നുവെന്നും അവർ തിരിച്ചറിഞ്ഞു. ഒരു നിമിഷം കൊണ്ട് അതവനെ പിടിച്ചുകൊണ്ട് വെള്ളത്തിനുള്ളിലേക്ക് വലിഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാവരെയും കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾ ശരിയാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. നിങ്ങളുടെ ജീവൻ ആർക്കെങ്കിലും എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടിയുള്ളതല്ല. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.